ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലേ? നമ്മുടെ പാരൻസോ ഫ്രണ്ട്സോ പാർട്ട്ണറോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലൈഫിൽ തന്നെയാവാന്ന് പറയുന്നതാണ് ഏറ്റവും ഭീകരതയുള്ള ഒരു സിറ്റുവേഷൻ. വളരെ ഡിഫിക്കൾട്ടാണത് കടന്നു പോകാനായിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഥയും അത്രയും ഉള്ളുള്ള ഒരു കഥയാണ്. Beloved Boles, Maxim Gorky. An acquaintance of mine once told me the story. എൻ്റെ ഒരു പരിചയക്കാരനാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. When I was a student at Moscow, I happened to live alongside a Polish woman, Teresa by name. ഞാൻ മോസ്കോയില് ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒരു പോളിഷ് വുമന്റെ അടുത്ത് എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പേരാണ് ടെരേസ. She was tall and strong with bushy black eyebrows, dark brown hair and a large coarse face. നല്ല ഉയരത്തില് നല്ല ശക്തിയുള്ള ഒരാളാണ് തെരേസ. അവർക്ക് നല്ല കട്ടിയുള്ള പിരികുണ്ട്, ഡാർക്ക് ബ്രൗൺ ഹെയർ ഉണ്ട്. മാത്രല്ല കുറച്ചൊരു റഫ് ആയിട്ടുള്ള ഫേസ് ആണ്. ഒട്ടും സോഫ്റ്റ് അല്ല അവരുടെ ഫേസ്. The gleam of her dark eyes, her thick bass voice and her muscular vigor horrified me. അവരുടെ ആ കണ്ണിലെ തിളക്കവും കണ്ണുള്ള ആ ഒരു സൗണ്ടും അവരുടെ ആ കരുത്തുള്ള ശരീരം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ മുകളിൽ ഒരു സ്റ്റാർ ഇട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നമ്മൾ സാധാരണ മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വാക്കാണത്. നമ്മൾ ബാസ് ഉള്ള വോയിസ് എന്നൊക്കെ പറയാറുണ്ട്. ബാസ് അല്ല, ബേസ് ആണെന്ന് ശ്രദ്ധിക്കാം. I lived on the top floor and her room was opposite mine. ഞാൻ ടോപ്പ് ഫ്ലോറിലാണ് താമസിച്ചിരുന്നത്. എന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആണ് തെരേസയുടെ റൂമായിരുന്നത്. I never left my door open when I knew her to be at home. അവര് വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്റെ ഡോർ തുറന്നിടാറില്ല, കാരണം എനിക്ക് പേടിയാണ്. Sometimes I chanced to meet her on the staircase or in the yard and she would smile at me. ഞാൻ അവരെ കാണാണ്ടിരിക്കാനുള്ള എല്ലാ അടവും എടുക്കാറുണ്ട്. ഇനി എങ്ങാനും സ്റ്റെയർ കേസിന്റെ അവിടെയോ മുറ്റത്തോ ഒക്കെ കാണുകയാണെങ്കിൽ അവരെന്നെ നോക്കി ചിരിക്കാറുണ്ട്. Occasionally, I saw her drunk with bleary eyes and tousled hair. ചില സമയത്ത് ഞാൻ അവരെ മദ്യപിച്ച് കാണാറുണ്ട്. ആ സമയത്ത് അവരെ കണ്ണിങ്ങനെ മങ്ങിയിരിക്കും, മുടിയൊക്കെ ഇങ്ങനെ പറപറാന്നിരിക്കും, അങ്ങനെയൊക്കെ കാണാറുണ്ട്. On such occasions, she would speak to me. അവര് കുറച്ച് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും, അല്ലെങ്കിൽ അവര് ചിരിക്കാറേ ഉള്ളൂ എന്നാണ് സ്റ്റുഡന്റ് പറയുന്നത്. How do you do, Mr. Student? She would say with a stupid laugh. വെറുതെ ചിരിച്ചുകൊണ്ട് അവരെന്നോട് ചോദിക്കും, എന്ത് പറയുന്നു മിസ്റ്റർ സ്റ്റുഡന്റ് എന്ന്. I should have liked to change my quarters. എനിക്ക് ആ റൂം ചേഞ്ച് ചെയ്യണമെന്ന് നല്ല ആശയുണ്ട്. But my little chamber was a nice one. പക്ഷെ എന്റെ റൂം നല്ല റൂമാണ്. There was such a wide view from the window and it was always so quiet in the street below. So I endured. ഞാൻ എന്താ റൂം പിന്നെ മാറാത്തത്? നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് അവിടെ ഉള്ളത്. മാത്രമല്ല വിൻഡോന്ന് നല്ല വ്യൂ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ചു സഹിക്കാം, സാരമില്ല, ഇതല്ലേ ഒരു ശല്യമുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ അല്ലേ എന്ന്. One morning, I was prowling on my couch, trying to find some sort of excuse for not attending my class. ഞാൻ എന്റെ കൗച്ചില് ഇന്ന് എങ്ങനെ ക്ലാസ്സിൽ പോവാണ്ടിരിക്കാം, എന്ത് എക്സ്ക്യൂസ് കണ്ടുപിടിക്കാം എന്നൊക്കെ വിചാരിച്ച് ചുരുണ്ട് കൂടി കിടക്കുകയായിരുന്നു. The door opened. അങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോർ തുറന്നിട്ട് ടെരേസയുടെ ആ ബേസ് ഉള്ള വോയിസ് റൂം മുഴുവൻ ഇങ്ങനെ മുഴങ്ങി. Good health to you, Mr. Student. What do you want? I asked. നിങ്ങൾക്ക് എന്താ വേണ്ടത്? I saw that she was confused. ആള് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേ. This was very unusual for her. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനില് ഞാൻ ടെരേസയെ കണ്ടിട്ടില്ല. Sir, I want to beg a favor of you. Will you grant it? എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്, നിങ്ങൾ ചെയ്തു തരുമോ എന്നാണ് ചോദിക്കുന്നത്. I lay there silent. I want to send a letter home. That's what it is. എനിക്കൊരു കത്ത് എഴുതണം, ഒന്ന് എഴുതി തരുമോ എന്നാണ്. Her voice was beseeching, soft, timid. വളരെ ബേസുള്ള വോയിസ് ആയിരുന്നു. പക്ഷെ അവരിങ്ങനെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ വളരെ റിക്വസ്റ്റിംഗ് ആയിട്ടുള്ള, പൊളൈറ്റ് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിലാണ് അവർ സംസാരിച്ചത്. I jumped, sat down at my table, took a sheet of paper and said, "Come here, sit down and dictate." അത് കേട്ടപ്പോഴേ ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ടേബിളും ഇരുന്ന ഒരു പേപ്പർ അങ്ങോട്ട് വലിച്ചു പറഞ്ഞു, വരൂ ഇരിക്കൂ, തുടങ്ങിക്കോളൂന്ന്. She came, sat down very gingerly on a chair and looked at me with a guilty look. അവര് വളരെ ജാഗ്രതയോടുകൂടെ വന്നിരുന്നു. അവരുടെ മുഖത്ത് ഒരു ഗിൽറ്റി ലുക്കായിരുന്നു, എന്തോ തെറ്റ് ചെയ്ത പോലെ. Well, to whom do you want to write? ആർക്കാണ് നിങ്ങൾക്ക് ഈ ലെറ്റർ എഴുതേണ്ടത്? To Boleslav Kashpert in the town on the Warsaw Road. അപ്പോൾ ബോലെസ്ലാവിനാണ് ഇത് എഴുതേണ്ടത്. Well, fire away. അപ്പോൾ സ്റ്റുഡന്റ് ഫുള്ള് റെഡി ആയിട്ടിരിക്കുകയാണ് എഴുതാൻ വേണ്ടിയിട്ട്. എന്നാൽ തുടങ്ങിക്കോളൂ എന്നാണ് പറയണേ. നമ്മൾ ഇനി കാണാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് ലെറ്റർ ആണ്. My dear Boles,
My beloved, my faithful lover, may God protect thee. Thou heart of gold, why hast thou not written for such a long time to thy sorrowing little dove, Teresa? ഇപ്പൊ നമ്മൾ വായിച്ച വാക്കുകളൊക്കെയാണ് മിസ്റ്റർ സ്റ്റുഡന്റിനോട് പേപ്പറിൽ എഴുതാനായിട്ട് തെരേസ പറഞ്ഞത്. നമുക്കതൊന്ന് ഡീകോഡ് ചെയ്താലോ? മൈ ഡിയർ ബോലെസ്, എന്റെ പ്രിയപ്പെട്ട ബോലെസ്. മൈ ബിലവഡ്, മൈ ഫെയ്ത്ത്ഫുൾ ലവർ, മേ ഗോഡ് പ്രൊട്ടക്ട് ദീ. നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. ഈ ലെറ്റർ വളരെ ക്രിഞ്ചാണ്, പ്രണയം ക്രിഞ്ചാണെന്ന് പറയണ പോലെ തന്നെ. ദോ ഹാർട്ട് ഓഫ് ഗോൾഡ്, സ്വർണത്തിന്റെ ഹൃദയമുള്ളവനെ, നിന്റെ ഈ വിഷമിക്കുന്ന കുഞ്ഞിപ്രാവിന് എന്തേ ഇത്ര നാളായി നീ ലെറ്റർ എഴുതിയില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ കുഞ്ഞിപ്രാവ് ആരാന്ന് മനസ്സിലായല്ലോ അല്ലെ? തെരേസേനെയാണ് തെരേസ ഉദ്ദേശിക്കുന്നത്. ഐ വെരി നിയർലി ബേഴ്സ്റ്റ് ഔട്ട് ലാഫിംഗ്. നിങ്ങൾക്കും ഇത് കേട്ടപ്പോൾ ചിരി വന്നിട്ടുണ്ടാവും അല്ലേ? അതുപോലെ മിസ്റ്റർ സ്റ്റുഡന്റിനും ചിരി വന്നു. A sorrowing little dove, വിഷമിക്കുന്ന കുഞ്ഞു വെള്ളരിപ്രാവ് എന്നല്ലേ ഉദ്ദേശിച്ചത്? More than 5 feet tall, 5 അടിയേക്കാൾ ഉയരണ്ട്. Restraining myself somehow, I asked. ചിരി ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, Who is this Bolest? ആരാണ് ഈ ബോലെസ്റ്റ്? ബോലെസ്, മിസ്റ്റർ സ്റ്റുഡന്റ്. അത് കേട്ടപ്പോൾ ആൾക്കത്ര ഇഷ്ടമായില്ല. ബോലെസ്റ്റ് എന്നല്ല പേര്, ബോലെസ് എന്നാണ്. As if offended with me for blundering over the name. ആ പേര് തെറ്റിച്ച് പറഞ്ഞത് ആൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. He is Boles, my young man. എന്റെ യങ് മാൻ ആണ്. ആളുടെ പേര് ബോലെസ്റ്റ് എന്നല്ല, ബോലെസ് എന്നാണ്. യങ് മാൻ? മിസ്റ്റർ സ്റ്റുഡന്റിന് യങ് മാൻ എന്ന് കേട്ടപ്പോ അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. Why are you so surprised, sir? സർ എന്തിനാ ഇത്ര അത്ഭുതം കാണിക്കണേ? Cannot I, a girl, have a young man? എന്തേ എനിക്കൊരു യങ് മാനെ കിട്ടിയാ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. She, a girl? Well, ഇവരാണോ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് മിസ്റ്റർ സ്റ്റുഡന്റ്. Oh, why not? I said. All things are possible. And has he been your young man long? ഇപ്പൊ ചോദിക്കുകയാണ് പിന്നെന്താ, എന്ത് വേണമെങ്കിലും ആവാലോ. എത്ര നാളായി നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എന്നാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ചോദിക്കുന്നത്. 6 years, 6 വർഷമായി. ഓഹോ, ഐ തോട്ട്. വെൽ, ലെറ്റ് ജസ്റ്റ് റൈറ്റ് യുവർ ലെറ്റർ. എന്നാ വരൂ നമുക്ക് ലെറ്റർ എഴുതാം എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ സ്റ്റുഡന്റ് അത് കണ്ടിന്യൂ ചെയ്തു. I thank you most heartedly, sir, for your kind service, said Teresa to me when I had finished writing. കത്തെഴുതി കഴിഞ്ഞപ്പോൾ തെരേസ പറഞ്ഞു, സർ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഈ സർവീസിനെന്ന്. Perhaps can I be of service to you in any way? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത് എന്നാണ് തെരേസ ചോദിക്കുന്നത്. No, I most humbly thank you all the same. ഞാനും നിങ്ങളോട് വളരെ വിനയപൂർവ്വം താങ്ക് യു പറയാണ്. She departed. എന്നിട്ട് ഈ ലെറ്ററും കൊണ്ട് നമ്മുടെ തെരേസ പോവാണ്. A week or 2 passed. 1-2 ആഴ്ച കഴിഞ്ഞു. It was evening. I was sitting at my window. I was bored. The weather was dirty. I didn't want to go out. Then the door opened. Heaven be praised. Someone came in. ഞാൻ വിൻഡോയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നല്ല ബോറടിച്ചിരിക്കുകയാണ്. വെതർ ആണെങ്കിൽ 10 പൈസയ്ക്ക് കൊള്ളില്ല. എനിക്കാണെങ്കിൽ പുറത്തേക്കും പോണ്ട. ആ സമയത്താണ് അതാ ഡോർ തുറക്കണു. എന്റെ ദൈവമേ, ആരോ വരുന്നുണ്ടെന്നാണ് പറയണേ. Oh, Mr. Student, you have no pressing business, I hope. അതാരാ? നമ്മുടെ തെരേസയാണ്. മിസ്റ്റർ സ്റ്റുഡന്റ്, നിങ്ങൾ അത്ര തിരക്കിലൊന്നും അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് വാസ് ടെറേസ. ഹോ, മിസ്റ്റർ സ്റ്റുഡന്റ് തെരേസയാന്ന് പറഞ്ഞപ്പോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. No, what is it? I was going to ask you, sir, to write me another letter. അപ്പൊ പറയാണ്, എനിക്ക് വേറൊരു കത്ത് എഴുതി തരുമോ എന്നാണ് ചോദിക്കുന്നത്. Very well, to Boles, ബോലെസിനായിരിക്കും എന്നാണ്. No, this time it is from him. അപ്പൊ തെരേസ പറയാണ്, അല്ല ബോലെസിലല്ല, ഇപ്രാവശ്യം ബോലെസ് ആണ് എഴുതേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോ മിസ്റ്റർ സ്റ്റുഡന്റ് ആകെ കൺഫ്യൂഷൻ ആയി. വാട്ട് എന്നാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ചോദിക്കുന്നത്. Stupid that I am. It is not for me, Mr. Student. I beg your pardon. It is for a friend of mine. That is to say, not a friend, but an acquaintance, a man. He has a sweetheart just like me here, another Teresa. That's how it is. Will you, sir, write a letter to this Teresa? തെരേസയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് മിസ്റ്റർ സ്റ്റുഡന്റ് എന്ന്. ഈ വോട്ട് കേട്ടപ്പോ തെരേസ ഭയങ്കര പേടിച്ചു. അപ്പൊ തെരേസ പറഞ്ഞു, അയ്യോ ഞാൻ എന്തൊരു മണ്ടിയാ, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല മിസ്റ്റർ സ്റ്റുഡന്റ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതെന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് അല്ല, ഒരു അക്വൈന്റൻസ് ആണ്, മാൻ ആണ്, എന്റെ ഒരു പരിചയക്കാരനാണ്. ആൾക്കൊരു സ്വീറ്റ് ഹാർട്ട് ഉണ്ട് എന്റെ പോലെ തന്നെ. ആളുടെ പേരും തെരേസ തന്നെയാണ്. സോ ഈ തെരേസയ്ക്ക് ഒരു കത്ത് എഴുതി തരുമോ എന്നാണ് നമ്മുടെ തെരേസ ഈ വട്ടം ആവശ്യപ്പെട്ടത്. I looked at her. Her face was troubled. ഞാൻ തെരേസയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആകെ ഒരു വിഷമഘട്ടത്തിലാണ്. Her fingers were trembling. അവരുടെ വിരലൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. I was a bit fogged at first and then I guessed how it was. ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലായി ആദ്യം. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. Look here, my lady, I said. There are no Boleses or Teresas at all, and you have been telling me a pack of lies.
എനിക്ക് മനസ്സിലായി ഒരു ബോലസും ഇല്ല ഒരു ചെറേസും ഇല്ല. നിങ്ങൾ എന്നോട് ഇങ്ങനെ പാക്ക് ഓഫ് ലൈസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് ഒരുപാട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Don't you come fooling around me any longer. ഇനി മേലാക്കം എന്നെ പറ്റിക്കാനായിട്ട് ഈ പരിസരത്തേക്ക് വരരുത്. I have no wish to be your friend or acquaintance or your young man. Do you understand? എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടും ആവണ്ട, പരിചയക്കാരനും ആവണ്ട, നിങ്ങളുടെ യങ് മാനും ആവാനും താല്പര്യമില്ല. അതുകൊണ്ട് ഈ പരിസരത്തേക്കേ വരണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ എന്നാണ് കുറച്ച് ദേഷ്യത്തില് മിസ്റ്റർ സ്റ്റുഡന്റ് ചോദിച്ചത്. And suddenly she grew strangely terrified and distraught. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ ടെറേസയ്ക്ക് ഭയങ്കര പേടിയായി, മാത്രമല്ല നല്ല വിഷമത്തിലുമായി. She began to shift from foot to foot without moving from the place and spluttered comically as if she wanted to say something and couldn't. ആളിങ്ങനെ മൂവ് ചെയ്യാതെ ഒരു കാലം വെച്ച് മറ്റു കാലം വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എന്തോ പറയാൻ ആൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ആൾ നല്ല കൺഫ്യൂസ്ഡ് ആണ്. I waited to see what would come of all this. ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് സംഹൗ ഐ ബിഗാൻ ടു തിങ്ക് ദാറ്റ് ഐ ഹാഡ് മിസ്ജഡ്ജ്ഡ് ഹർ എ ലിറ്റിൽ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഞാൻ അവരെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന്. ഇറ്റ് വാസ് എവിഡന്റ്ലി സംതിങ് വെരി ഡിഫറെന്റ്. കാര്യം മറ്റൊന്നാണെന്ന് വളരെ എവിഡന്റ് ആയിരുന്നു. Mr. Student, she began, and suddenly waving her hand, she turned abruptly towards the door and went out. എന്തോ പറയാനായിട്ട് ടെറേസ ശ്രമിച്ചു, പക്ഷെ പിന്നീട് പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന ആൾ പുറത്തേക്ക് പോവാണ് ചെയ്തത്. ഐ റിമെയിൻഡ് വിത്ത് എ വെരി അൺപ്ലസന്റ് ഫീലിംഗ് ഇൻ മൈ മൈൻഡ്. പക്ഷെ പെട്ടെന്ന് എനിക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഐ ലിസൺഡ്. ഹർ ഡോർ വാസ് ഫ്ലങ് ഓപ്പൺ വയലന്റ്ലി ആൻഡ് ദെൻ സ്ലാംഡ് ഷട്ട്. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ ഡോർ ഇങ്ങനെ വലിച്ചു തുറന്ന് ഒരൊറ്റ അടയ്ക്കുകയാണ് ചെയ്തത്. I thought it over and resolved to go to her. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. അവസാനം ഞാൻ അവരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. I would invite her to come back in here and write everything she wanted. എന്നിട്ട് എന്താ മിസ്റ്റർ സ്റ്റുഡന്റ് വിചാരിച്ചറിയോ? അവരെ തിരിച്ചു വിളിക്കാം, എന്നിട്ട് എന്തൊക്കെ എഴുതണോ അതൊക്കെ എഴുതി കൊടുക്കാം എന്ന്. I entered her apartment. She was sitting at the table, leaning on her elbows with her head in her hands. ഞാൻ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നപ്പോ അവള് ടേബിളിന്റെ മുകളിൽ തലവെച്ച് കിടക്കായിരുന്നു. Listen to me, I said. ഞാൻ പറഞ്ഞു, ഒന്ന് എന്നെ കേൾക്കൂ. She leaped from her seat, came towards me with flashing eyes. Laying her hands on my shoulders, she began to whisper. എന്റെ ശബ്ദം കേട്ടതും അവള് സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് എനിക്ക് നേരെ വന്നിട്ട് എന്റെ ഷോൾഡറിൽ അവളുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു, Look you now, it's like this. നോക്കൂ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. There is no Boles at all and there is no Teresa either. ഇവിടെ ബോലസും ഇല്ല, ടെറേസയും ഇല്ല. But what's that to you? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്? Is it a hard thing for you to draw your pen over paper? ഒരു പേപ്പറിന്റെ മുകളിൽ പെൻ എടുത്ത് വരയ്ക്കാൻ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടോ? There is nobody at all, neither Boles nor Teresa, only me. ഇവിടെ ബോലസും ഇല്ല, ടെറേസയും ഇല്ല, ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. Pardon me, said I, altogether flabbergasted at this. ടെറേസ പറഞ്ഞ കാര്യം കേട്ടപ്പോ മിസ്റ്റർ സ്റ്റുഡന്റ് ആകെ ഞെട്ടിപ്പോയി. What is it all about? There is no Boles, you say? എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ബോലസ് ഇല്ല എന്നാണോ പറയുന്നേ? No, so it is. And no Teresa either? ടെറേസയും ഇല്ലേ? And no Teresa. I am Teresa. വേറെ ടെറേസയൊന്നും ഇല്ല, ഞാനാണ് ടെറേസ. I didn't understand it at all. I fixed my eyes upon her and tried to make it out. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ടെറേസ പറയുന്നത്. ഞാൻ അവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ടേയിരുന്നു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. But she went again to the table, searched about for something, came back to me and said in an offended tone. പക്ഷെ അവർ വേഗം തന്നെ ടേബിളിന്റെ അവിടേക്ക് പോയി എന്തിനോ വേണ്ടി സെർച്ച് ചെയ്തു. എന്നിട്ട് എന്തോ ഒരു സാധനം അവിടെ നിന്ന് എടുത്തിട്ട് എന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു, If it was so hard for you to write to Boles, look, there's your letter. Take it. Others will write for me. നിങ്ങൾക്ക് ബോലസിന് വേണ്ടിയിട്ട് കത്ത് എഴുതി തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയൂ, ഇതാ നിങ്ങളുടെ കത്ത് പിടിച്ചോളൂ, വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടി എഴുതി തരാനുണ്ടാവും. I looked. In her hand was my letter to Boles. ഞാൻ നോക്കിയപ്പോ ഞാൻ അവർക്ക് ബോലസിന് വേണ്ടി എഴുതി കൊടുത്ത ലെറ്റർ കയ്യിലിരിക്കുകയാണ്. Listen, Teresa, what is the meaning of all this? ടെറേസ, എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? Why must you get others to write for you when I have already written it and you haven't sent it? ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കത്ത് എഴുതി തന്നില്ലേ, പിന്നെ എന്തിനാ വേറൊരാള് കത്ത് എഴുതുന്നേ? ആൻഡ് നിങ്ങൾ ഇതുവരെ ഈ കത്ത് പോസ്റ്റ് ചെയ്തില്ല എന്നാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ചോദിക്കുന്നത്. Send it where? ഞാൻ എവിടേക്കാ സെൻഡ് ചെയ്യേണ്ടത്? Why to this Boles? ഈ പറഞ്ഞ ബോലസിന്. There is no such person. ഇങ്ങനെ ഒരാളില്ല. I absolutely did not understand it. Then she explained. നമ്മളെ പോലെ തന്നെ അപ്പോഴും മിസ്റ്റർ സ്റ്റുഡന്റിന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ടെറേസ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. What is it? She said, still offended.
There is no such person, I tell you. എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ള? ഇങ്ങനെ ഒരാളില്ല, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി. She extended her arms as if she herself didn't understand why there should be no such person. തെരേസയ്ക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളില്ലാത്തതെന്ന്. അവരും രണ്ട് കൈയും വളർത്തി നിൽക്കുകയാണ്. But I wanted him to be there. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾ വേണം എന്ന് ആശയുണ്ട്. Am I then not a human creature like the rest of you? നിങ്ങളെ പോലെ ഞാനൊരു മനുഷ്യനല്ലേ? Yes, I know, of course. Yet no harm was done to anyone by my writing to him. എനിക്കറിയാം നിങ്ങൾ എന്താ അങ്ങനെ വിചാരിക്കണേന്ന്. ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ എഴുതുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. തെരേസയ്ക്ക് അറിയാം ആളുകൾ എങ്ങനെയാണ് തെരേസയെ കാണുന്നതെന്ന്. അതുകൊണ്ടാണ് തെരേസ ചോദിക്കുന്നത് ഞാൻ എന്താ മനുഷ്യനല്ലേ എന്ന്. Pardon me, to whom? To Boles, of course. അപ്പോഴും സ്റ്റുഡന്റിന് മനസ്സിലാവുന്നില്ല. ബോലസ് ഇല്ല എന്ന് പറയുന്നു, പിന്നെ പറയുന്നു ബോലസിന് ലെറ്റർ എഴുതുന്നുണ്ടെന്ന്. സോ ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല ബോലസിന്. അപ്പൊ വീണ്ടും ചോദിക്കുകയാണ് ആർക്കാണ് ഇത് എഴുതുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, സോറി എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരൂന്ന്. But he doesn't exist. പക്ഷെ ആൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. Alas, but what if he doesn't? ആൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ? He doesn't exist, but he might. ആൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. I write to him and it looks as if he did exist. ഞാൻ ആൾക്ക് എഴുതാറുണ്ട് ആൾ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ. And Teresa, that's me. He replies to me and then I write to him again. Teresa എന്ന് പറയുന്നത് ഞാനാണ്. ആൾ എനിക്ക് റിപ്ലൈ ചെയ്യാറുണ്ട്, ഞാൻ വീണ്ടും അദ്ദേഹത്തിന് എഴുതാറുണ്ട്. I understood at last. ഇത്രയും എക്സ്പ്ലനേഷൻ കിട്ടിയപ്പോഴാണ് സ്റ്റുഡന്റിന്റെ കാര്യം മനസ്സിലായത്. And I felt so sick, so miserable, so ashamed somehow. കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലായപ്പോ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ആകെ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. ആകെ നാണക്കേടോ എന്തൊക്കെയോ തോന്നി. Alongside of me, no 3 yards away, lived a human creature who had nobody in the world to treat her kindly. വെറും 3 yards അകലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ലോകത്ത് ആരും ഒരു ദയോടുകൂടെ പെരുമാറാനായിട്ടില്ല എന്നറിഞ്ഞതിൽ ആൾക്ക് വളരെ വിഷമം തോന്നി, നാണക്കേട് തോന്നി. With no one to be affectionate to her, this human being had invented a friend for herself. ഭൂമിയില് അവരോട് വാത്സല്യത്തോടോ സ്നേഹത്തോടോ കൂടെ പെരുമാറാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇമാജിനറി പേഴ്സണെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനും വലിയ നാണക്കേട് ചുറ്റുള്ളവർക്ക് വേറെ ഉണ്ടാവാനില്ല. Look now, you wrote me a letter to Boles and I gave it to someone else to read it to me. നിങ്ങൾ എനിക്കൊരു ലെറ്റർ എഴുതി തന്നു ബോലസിനായിട്ട്. ഞാനത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് വേണ്ടി വായിക്കാൻ പറയും. And when they read it to me, I listened and fancied that Boles was there. അവരെനിക്ക് വായിച്ചു തരുമ്പോ ആ വരികളിൽ കൂടെ ഞാൻ വിശ്വസിക്കാണ് ബോലസ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ടെന്ന്. And I asked you to write me a letter from Boles to Teresa, that is to me. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ടെറേസയ്ക്ക് വേണ്ടി കത്തെഴുതാൻ വേണ്ടിയിട്ട്, അതെനിക്കാണ്. When they write such a letter for me and read it to me, I feel quite sure that Boles is there. അങ്ങനെ ഒരു ലെറ്റർ എനിക്ക് എഴുതി തരുമ്പോ എനിക്ക് നല്ല ഉറപ്പാണ് ബോലസ് എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ടെന്ന്. ആൻഡ് ലൈഫ് ഗ്രോസ് ഈസിയർ ഫോർ മീ. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ സർവൈവ് ചെയ്തു പോകുന്നത്. ടേക്ക് യു ഫോർ എ ബ്ലോക്ക് ഹെഡ്, said I to myself when I heard this. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊരു മണ്ടനാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. And henceforth regularly, twice a week, I wrote a letter to Boles and an answer from Boles to Teresa. അന്ന് മുതൽ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 2 വട്ടം ഞാൻ കത്തെഴുതാറുണ്ട്. ബോലസിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററും ബോലസ് ടെറേസയ്ക്ക് എഴുതുന്ന ഒരു ലെറ്ററും. She of course listened to them and wept like anything. She roared, I should say, with her bass voice. ടെറേസ വേറൊരാളെ കൊണ്ടാണ് കത്ത് വായിപ്പിക്കുക. അത് വായിക്കുമ്പോൾ ടെറേസ ഇരുന്ന് കരയും കേട്ടിട്ട്. കരയാന്ന് വെച്ചാല് സ്റ്റുഡന്റിന്റെ ഭാഷയിൽ റോറിയാണ് ചെയ്യുക, അലറാണ് ചെയ്യുക. And in return for my service, she began to mend the holes I had in my socks, shirts and other articles of clothing. തിരിച്ചൊരു നന്ദി സൂചകമായിട്ട് എന്റെ ഷർട്ടിലോ എന്റെ സോക്സിലോ ഒക്കെ വീഴുന്ന കീറലുകളൊക്കെ അവര് തുന്നി തരാറുണ്ട്. 3 months later, she was thrown into prison for some reason or the other, and by now she must surely be dead. 3 മാസങ്ങൾക്ക് ശേഷം അവരെന്തോ കാരണത്താൽ ജയിലിലാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അവരെന്തായാലും മരിച്ചിട്ടുണ്ടാവണം എന്നാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ഓർത്തെടുക്കുന്നത്. My acquaintance shook the ash from his cigarette, looked pensively up at the sky and thus concluded. എന്റെ പരിചയക്കാരൻ അവരുടെ സിഗരറ്റിലെ ആ ചാരം കളഞ്ഞിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ ആലോചനാപൂർവ്വം നോക്കിയിരുന്ന് ഇങ്ങനെ പറഞ്ഞു. Well, the more a human creature has tasted of bitter things, the more it hungers after the sweet things of life.
എത്രത്തോളം കൈപ്പേറിയ അനുഭവങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടാവുന്നോ അത്രയ്ക്കും മധുരമുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ആഗ്രഹിക്കുന്നുണ്ടാവും. ആൻഡ് വി wrapped in the rags of our virtues regard others through the mist of our self-sufficiency. ചുറ്റുള്ള മനുഷ്യന്മാരാണെങ്കിൽ അവരവരുടെ സ്വന്തം വാല്യൂസിന്റെ ഒരു കീറത്തുണി കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ളവരെ കാണുന്നത് ഒരു മൂടൽമഞ്ഞിലൂടെ കാണുന്ന പോലെയാണ്. നമ്മൾ പൂർണ്ണതയിൽ ഇരിക്കുകയാണ് എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ അളക്കാൻ നിൽക്കുന്നത്. അത് ഒരു മിസ്റ്റേക്ക് കൂടെ നോക്കുന്നത് മാതിരിയാണെന്നാണ് ഇവിടെ ഇവരുടെ പരിചയക്കാരൻ പറയുന്നത്. കാരണം എന്താ, മിസ്റ്റേക്ക് കൂടെ നോക്കുമ്പോൾ ഒന്നും ക്ലിയർ അല്ല. ഒരു ക്ലിയർ അല്ലാത്ത കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ജഡ്ജ്മെന്റ്സ് നടത്തുന്നത്. Convinced of our righteousness, we do not understand this. നമ്മൾ നമ്മുടെ ധാർമ്മികതയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ആൻഡ് ദ ഹോൾ തിങ് ടേൺസ് ഔട്ട് pretty stupidly and very cruelly. ഒന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ജഡ്ജ്മെന്റ്സ് മിക്കവാറും മണ്ടത്തരമായിരിക്കും, അത് വളരെ ക്രൂരവുമായിരിക്കും. But enough of this. It is all as old as the hills. പക്ഷെ ഇത് മതിയായി, ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഇത് മലകളോളം പഴക്കമുള്ള കാര്യമാണ്. അതായത് മനുഷ്യനുണ്ടായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ഒറ്റപ്പെടലും അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സും ഒക്കെ. സോ ഓൾഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഷെയിം ടു സ്പീക്ക് ഓഫ് ഇറ്റ്. ഇതിനെപ്പറ്റി സംസാരിക്കുന്നതേ നാണക്കേടാണ്. വെരി ഓൾഡ് ഇൻഡീഡ്. യെസ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ശരിയാണ്, ഒരുപാട് പഴകിയതാണ്, എന്നാലും ഇപ്പോഴും ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സ്റ്റോറി. സോ ഇതാണ് നമ്മുടെ ബിലവഡ് ബോലെസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഭംഗിയുള്ള വളരെ ആഴമുള്ള ഒരു സ്റ്റോറിയാണ്. എന്നാൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാം അല്ലേ. ഹൗ ഇസ് ടെരേസാസ് ഫിസിക്കൽ അപ്പിയറൻസ് ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് ടെരേസയുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടർ സ്കെച്ച് വന്നാലും നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ടെരേസ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ടോൾ ആൻഡ് സ്ട്രോങ്. നല്ല ഉയരത്തില് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. വിത്ത് ബുഷി ബ്ലാക്ക് ഐബ്രോസ്, ഡാർക്ക് ബ്രൗൺ ഹെയർ ആൻഡ് എ ലാർജ് കോസ് ഫേസ്. നല്ല തിക്ക് ഐബ്രോസ് ആണുള്ളത്, നല്ല ഡാർക്ക് ബ്രൗൺ ഹെയർ ഉണ്ട്, കുറച്ച് പരുപരുത്ത ഫേസ് ആണ് അവരുടെ, ഒട്ടും സോഫ്റ്റ് അല്ല. ഷീ ഹാസ് ഡാർക്ക് ഐസ്, എ തിക്ക് ബേസ് വോയിസ് ആൻഡ് ഗ്രേറ്റ് മസ്ക്യുലർ വിഗർ. അവർക്ക് നല്ല ഡാർക്ക് ഐസ് ഉണ്ട്, ഭയങ്കര കനുള്ള ഒരു സൗണ്ടാണുള്ളത്, പിന്നെ നല്ല കരുത്തുള്ള ശരീരമുണ്ട്. I never left my door open when I knew her to be at home. ടെരേസ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ വാതിൽ തുറന്നിടാറില്ല. Why does Mr. Student say so? എന്തുകൊണ്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് അങ്ങനെ പറഞ്ഞത്? Mr. Student says this because Teresa frightened him. മിസ്റ്റർ സ്റ്റുഡന്റ് ഇങ്ങനെ പറയാൻ കാരണം മിസ്റ്റർ സ്റ്റുഡന്റിന് ടെരേസയെ പേടിയാണ്. എന്തുകൊണ്ടാണ്? ആ അപ്പിയറൻസ് കൊണ്ടാണ് പേടി മെയിൻ ആയിട്ട്. Her rough appearance, loud bass voice, strength, and her habit of speaking to him unexpectedly made him uncomfortable and fearful. അതായത് അവരുടെ ശരീരം തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശരീരമാണ്, നല്ല കരുത്തുറ്റ ശരീരമാണ്, സൗണ്ടും നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. എല്ലാം കൂടെ ആയപ്പോ മിസ്റ്റർ സ്റ്റുഡന്റ് നല്ല പേടിയായി. മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ അവനോട് കയറി സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ആള് ഭയങ്കര അൺകംഫർട്ടബിളും ആണ്, ഭയങ്കര ഫിയർഫുള്ളും ആണ്. അതുകൊണ്ടാണ് പരമാവധി ടെരേസയെ ഒഴിവാക്കാനായിട്ട് മിസ്റ്റർ സ്റ്റുഡന്റ് ശ്രമിക്കുന്നത്. ഹൗ ഡസ് ടെരേസാസ് അപ്പിയറൻസ് ആൻഡ് ടോൺ ചേഞ്ച് വെൻ ഷീ അപ്രോച്ചസ് ദ നറേറ്റർ ഫോർ ഹെൽപ്പ്? നറേറ്ററിനോട് ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ട് വന്നപ്പോൾ എങ്ങനെയാണ് ടെരേസയുടെ ടോൺ ചേഞ്ച് ആയത്? When Teresa comes for help, she looks confused and timid. ടെരേസ ഹെൽപ്പ് ചോദിക്കാൻ വന്നപ്പോൾ ആള് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, പിന്നെ കുറച്ച് ഷൈ ആയിരുന്നു. Her voice becomes soft, beseeching and gentle, completely different from her earlier loud and rough manner. ഹെൽപ്പ് ചോദിക്കാനായിട്ട് വന്നപ്പോൾ അവരുടെ സൗണ്ട് നല്ല സോഫ്റ്റ് ആയി, റിക്വസ്റ്റിംഗ് ആയി, ജെന്റിൽ ആയി. മുൻപ് വളരെ റഫ് ആയിരുന്നു, ഇപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. What favor did Teresa expect from Mr. Student? How did he respond to her request? എന്ത് സഹായത്തിന് വേണ്ടിയിട്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റിന്റെ അടുത്ത് ടെരേസ വന്നത്? Teresa wanted Mr. Student to write a letter to her beloved Boles. ബോലെസിന് ഒരു കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവരെ അപ്രോച്ച് ചെയ്തത്. Mr. Student agreed immediately, sat at his table, took a sheet of paper and asked her to dictate the letter. അപ്പൊ സ്റ്റുഡന്റിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിച്ച അപ്പൊ തന്നെ വേഗം ടേബിളിൽ ഇരുന്ന ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുത്ത് പറഞ്ഞോളാൻ പറയാണ് ചെയ്തത്. What was the content of the letter dictated by Teresa? ടെരേസ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ള ലെറ്ററിന്റെ കോണ്ടന്റ് എന്തായിരുന്നു? The letter was a love letter addressed to Boles. ബോലെസിനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു ലവ് ലെറ്റർ ആയിരുന്നു. In it, Teresa calls him my beloved, my faithful lover, prays for his safety and asks why he has not written to her for a long time, calling herself his sorrowing little dove. ആ ലവ് ലെറ്ററില് ബോലെസിനെ വിളിക്കുന്നത് മൈ ബിലവേഡ്, മൈ ഫെയ്ത്ത്ഫുൾ ലവർ എന്നൊക്കെയാണ്. അതില് ടെരേസ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സോറോവിങ് ലിറ്റിൽ ഡവ് എന്നാണ്.
എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാലമായും കത്തെഴുതാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് മെയ്ഡ് ദ നരേറ്റർ ബർസ്റ്റ് ഔട്ട് laughing? മിസ്റ്റർ സ്റ്റുഡന്റിന് ചിരി വരാൻ എന്തായിരുന്നു കാരണം? The narrator almost burst out laughing because Teresa, who was more than 5 feet tall, strong and rough-looking, described herself in the letter as a sorrowing little dove. The contrast was extremely amusing to him. ഈ കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലേ, സോറോവിങ് ലിറ്റിൽ ഡവ് എന്ന് പറഞ്ഞിട്ടാണ് ടെരേസ അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ടെരേസയ്ക്ക് 5 അടിയേക്കാൾ ഉയരണ്ട്, വളരെ സ്ട്രോങ് ആണ്, കുറച്ച് റഫ് ലുക്കിംഗ് ആണ്. അങ്ങനെയുള്ള ഒരാളെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പക്ഷിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് ആണ് മിസ്റ്റർ സ്റ്റുഡന്റിനെ ചിരിപ്പിക്കാൻ കാരണം. ഡു യു തിങ്ക് ദാറ്റ് ടെരേസ ഇസ് courteous? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടെരേസ മര്യാദയുള്ള ഒരാളാണെന്ന്? യെസ്, ടെരേസ ഇസ് courteous. After Mr. Student finishes writing this letter, she thanks him politely, saying, "I thank you most heartily, sir, for your kind services. This shows her good manners and gratitude." ടെരേസയ്ക്ക് നല്ല മര്യാദയുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ സർവീസിനെന്ന്. മാത്രമല്ല അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് സർവീസാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന്. സോ അവർക്ക് മര്യാദയും ആ ഒരു നന്ദിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. Why was the narrator astonished when Teresa asked him to write the second letter? എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ലെറ്റർ എഴുതി തരാൻ ടെരേസ ആവശ്യപ്പെട്ടപ്പോൾ മിസ്റ്റർ സ്റ്റുഡന്റ് ഞെട്ടാൻ കാരണം? The narrator was astonished because Teresa said that the second letter was not to Boles but from him. ടെരേസ രണ്ടാമത്തെ ലെറ്റർ എഴുതി തരുമെന്ന് ചോദിക്കാൻ വന്നപ്പോൾ ഇത് ബോലസിലുള്ള ലെറ്റർ ആയിരുന്നില്ല, ബോലസിൽ നിന്നും ഉള്ള ലെറ്റർ ആയിരുന്നു ടെരേസയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് വാസ് മെന്റ് ഫോർ അനദർ ടെരേസ. എന്നിട്ട് അവർ പറഞ്ഞത് വേറൊരു ടെരേസയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ്. This unexpected request completely confused and surprised him. ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിക്വസ്റ്റ് ആയ കാരണം ആളാകെ കൺഫ്യൂസ്ഡ് ആയി, പിന്നെ സർപ്രൈസ്ഡ് ആയി. ആരാണ് അപ്പൊ ടെരേസ? അപ്പൊ വേറെ ബോലസ് ഉണ്ടോ, വേറെ ടെരേസ ഉണ്ടോ? അങ്ങനെയൊക്കെ ആ ഒരു കൺഫ്യൂഷൻ ആയി. Why did Mr. Student get angry with Teresa? എന്തുകൊണ്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റിന് ദേഷ്യം വരാൻ കാരണം? Mr. Student became angry because he misunderstood Teresa's behavior. ടെരേസയുടെ ഈ പെരുമാറ്റം ആൾക്ക് ആകെ ഒരു തെറ്റിദ്ധാരണയുണ്ടാക്കി. He suspected that her request and her talk about imaginary letters were an indirect attempt to draw him into a personal or improper relationship. ആള് വിചാരിച്ചു ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല റിക്വസ്റ്റില്, വേറെ ടെരേസ ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ആള് വിചാരിച്ചു തന്നെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ റിലേഷൻഷിപ്പിലേക്ക് വലിച്ചിടാനാണോ ടെരേസ ശ്രമിക്കുന്നതെന്ന് മിസ്റ്റർ സ്റ്റുഡന്റിന് ഒരു ഡൗട്ട് തോന്നി. Feeling uncomfortable and disturbed, he reacted angrily and spoke to her harshly. വളരെ അൺകംഫർട്ടബിളും ഡിസ്റ്റർബ്ഡും ആയപ്പോ ടെരേസയോട് കുറച്ച് ഹാഷായിട്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് പെരുമാറിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഡയലോഗ്? എനിക്ക് നിങ്ങളുടെ അക്വൈൻറ്റൻസും ആവാൻ താല്പര്യമില്ല, ഫ്രണ്ടും ആവാൻ താല്പര്യമില്ല, നിങ്ങളുടെ യങ് മാനും ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ടെരേസയോട് ദേഷ്യപ്പെട്ടത്. What did the narrator guess about Boles and Teresa after the conversation? കോൺവെർസേഷന് ശേഷം ബോലസും ടെരേസയും ആരാണെന്നാണ് നരേറ്റർ ഗസ് ചെയ്തത്. The narrator guessed that Boles and Teresa did not really exist and that Teresa had been imagining everything. നരേറ്റർ ഗസ് ചെയ്തു ബോലസും ടെരേസയും ശരിക്കില്ല, ടെരേസ വെറുതെ ഇമാജിൻ ചെയ്യാനെല്ലാം. He thought the story was a pack of lies created by her. ഇത് ടെരേസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാക്ക് ഓഫ് ലൈസ് ആണ്, ഒരുപാട് കള്ളങ്ങളാണെന്നാണ് മിസ്റ്റർ സ്റ്റുഡന്റ് വിചാരിച്ചിട്ടുള്ളത്. Why do you think Teresa asked Mr. Student to write the letter to Boles? എന്തുകൊണ്ടാണ് ടെരേസ മിസ്റ്റർ സ്റ്റുഡന്റിനോട് ബോലസിന് വേണ്ടി ഒരു കത്ത് എഴുതാൻ ആവശ്യപ്പെട്ടത്? Teresa asked Mr. Student to write the letter because she was lonely and desperate for love and emotional connection. ടെരേസ വളരെ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരാളാണ്. അവർക്കൊരു ഇമോഷണൽ കണക്ഷനും ലവും ഒക്കെ ഫീൽ ചെയ്യാൻ താല്പര്യമുണ്ട്. Writing letters helped her express feeling she could not otherwise express. കത്ത് എഴുതുമ്പോൾ അവർക്ക് എന്തൊക്കെ ഇമോഷൻസ് ആണ് എക്സ്പ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അതിനൊക്കെയുള്ള ഒരു സ്പേസ് ആണ് അവർക്ക് കിട്ടുന്നത്. റിയൽ ലൈഫിൽ അതിനുള്ള ഒരു സാഹചര്യമോ അതിനുള്ളൊരു ബന്ധങ്ങളോ ഒന്നും അവർക്കില്ല. അതുകൊണ്ടാണ് അവർ ലെറ്ററിൽ കൂടെ ആശ്വാസം കണ്ടെത്തുന്നത്. Why does the narrator go to Teresa's apartment? എന്തുകൊണ്ടാണ് നരേറ്റർ ടെരേസയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയത്? The narrator goes to Teresa's apartment because he feels guilty and disturbed by the way he treated her. നരേറ്ററിന് വളരെ വിഷമം തോന്നി, ഞാൻ കുറച്ച് ഹാഷായിട്ടാണ് പെരുമാറിയതെന്ന്, പിന്നെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. He realizes that he may have misjudged her and wants to understand her better and make things right. So അവരെ ഒന്നും കൂടെ അറിയണം നന്നായിട്ടെന്ന് ആഗ്രഹമുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്നും ആശയുണ്ട്. Am I then not a human creature like the rest of you? നിങ്ങളെപ്പോലെ ഞാനും ഒരു മനുഷ്യനല്ലേ? What does Teresa mean by this? ടെരേസയാണ് ഈ ഡയലോഗ് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ അർത്ഥം?
Teresa means that she too has feelings like other human beings. മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കുമുണ്ട് ഫീലിങ്സ് എന്നാണ് ടെരേസ ഉദ്ദേശിക്കുന്നത്. ഷീ വാണ്ട്സ് ലവ്, അഫെക്ഷൻ ആൻഡ് കമ്പാനിയൻഷിപ്പ് ആൻഡ് ഷീ ഫീൽസ് ഹേർട്ട് ദാറ്റ് പീപ്പിൾ തിങ്ക് ഷീ ഈസ് സ്ട്രേഞ്ച്. മറ്റുള്ളവര് ടെരേസയെ വിചിത്രമായി കാണുന്നതിൽ ടെരേസയ്ക്ക് നല്ല വിഷമുണ്ട്. അവർക്കും ലവും അഫെക്ഷനും കമ്പാനിയൻഷിപ്പും ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. When does the narrator begin to feel empathy for Teresa? എപ്പോഴാണ് നരേറ്ററിന് ടെരേസയോട് ഒരു എംപതി തോന്നാൻ തുടങ്ങിയത്? The narrator begins to feel empathy when he realizes that Boles does not exist and that Teresa is deeply lonely. നരേറ്റർ മനസ്സിലാക്കാണ് ബോലസ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ടെരേസ കംപ്ലീറ്റ്ലി തന്നെയാണെന്നുള്ളത്. He understands that she has invented an imaginary friend because no one in real life cares for her. റിയൽ ലൈഫിൽ അവരെ ആരും കെയർ ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒരു ഇമാജിനറി പേഴ്സൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അവരവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയധികം എംപതി തോന്നുകയാണ് ചെയ്തത്. Why does Mr. Student decide to continue writing letters for Teresa? എന്തുകൊണ്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് ഈ കത്തെഴുതുന്നത് സ്ഥിരമാക്കാമെന്ന് തീരുമാനിച്ചത്? Mr. Student continues writing letters because he feels pity and compassion for Teresa. ടെരേസയോട് ഒരു ദയ തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തത്. He understands that the letters give her emotional comfort and happiness and he wants to help her feel less lonely. ഈ കത്തുകൾ അവർക്ക് ഒരുപാട് ഇമോഷണൽ കംഫർട്ടും സന്തോഷവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ കത്തുകൾക്ക് അവരുടെ ഏകാന്തത കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് കത്തെഴുതാനായിട്ട് തീരുമാനിച്ചത്. How did Teresa repay the narrator? എങ്ങനെയാണ് ടെരേസ നരേറ്ററിന്റെ ഈ ഉപകാരത്തിന് റീപേ ചെയ്യുന്നത്? ടെരേസ repaid the narrator by mending his clothes, his socks, shirts and other garments. This shows her gratitude and affection for his kindness. ടെരേസ തിരിച്ച് അവരുടെ ഷർട്ടും സോക്സും ഒക്കെ മെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, നന്നാക്കി കൊടുക്കാറുണ്ട്. മിസ്റ്റർ സ്റ്റുഡന്റിന്റെ ദയക്ക് തിരിച്ച് ടെരേസ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള നന്ദി സൂചകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. Why in your opinion does Teresa cry when she listens to the letters? എന്തുകൊണ്ടാണ് ലെറ്റർ ആരെങ്കിലും ടെരേസയ്ക്ക് വായിച്ചു കൊടുക്കുമ്പോൾ ടെരേസ കരയാൻ കാരണം? Teresa cries because the letters give her the love and attention she longs for. റിയൽ ലൈഫില് ടെരേസ ആഗ്രഹിച്ചതാണ് ഈ ലെറ്ററിൽ കൂടെ ടെരേസ കേൾക്കുന്നത്. ആ ഒരു സ്നേഹവും ഒരു കെയറും അറ്റൻഷനും ഒക്കെ ഈ ലെറ്ററിൽ കൂടെ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് ഹർ ഫീൽ ഇമോഷണലി മൂവ്ഡ് ആസ് ഷീ ബിലീവ്സ് someone truly cares for her. ആരെങ്കിലും എന്നെ പറ്റി കെയർ ചെയ്യണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ടെരേസയുടെ മനസ്സ് നിറയാണ്. അതാണ് കരച്ചിലായിട്ട് പുറത്തേക്ക് വരുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.